ഇവിടെ ടെർമിനസിലെ കാര്യം അറിയാലോ. മ്യൂൾ ആഗ്രഹിച്ച പോലെ ഗേൽ ഡോണിക്ക് ഇങ്ങോട്ട് വന്നു. അങ്ങനെ റണ്ണാക്കി ചെന്ന് കയറിയെന്ന് വേണമെങ്കിൽ പറയാം. ഇവള് വന്നു എന്ന് മനസ്സിലാക്കി മ്യൂള് വാർഡനെയൊക്കെ ഗേലിനെ പിടിക്കാൻ അയക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഗേലും ഗേലിന്റെ കൂടെയുള്ളവരും നിസ്സാരക്കാരാണോ? അവര് മെന്റാലിക്സ് അല്ലേ. ആദ്യം ഗേല് വെടികൊണ്ട് വീണു. നമ്മുടെ വാർഡൻ ഗേലിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി എന്ന് വിചാരിച്ചെങ്കിലും അത് അവളുടെ ഒരു ട്രിക്ക് മാത്രമായിരുന്നു. വാർഡന്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അവരുടെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പണ്ട് നമ്മുടെ സാൽവോർ ഹാർഡിൻ അനാക്രിയോൺ ലീഡർ ഫാറെ ചോദ്യം ചെയ്തപ്പോൾ പുള്ളിക്കാരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ യൂസ് ചെയ്തൊരു ട്രിക്കുണ്ട്, ഒരു കോയിൻ ട്രിക്ക്. സെയിം ട്രിക്ക് നമ്മുടെ ഗേല് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ വാർഡൻ ആവട്ടെ ഏതാണ്ട് മുഴുവനായിട്ട് മ്യൂളിന്റെ കൺട്രോളിലാണ്. ഇവൾക്ക് മ്യൂളിനോട് അഗാധമായ ലവ് ആണ്. അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കണ്ടതാണ് മ്യൂളിന്റെ കഥ. ചെറുപ്പത്തിൽ അവന് കിട്ടാതെ പോയ ലവ് അവന്റെ അച്ഛനും അമ്മയും അവനോട് ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് കിട്ടാതെ പോയ ലവ് തന്നെയാണ് മ്യൂളിന്റെ ആയുധം. അവൻ കൺട്രോൾ ചെയ്യുന്ന എല്ലാവരുടെയും ഇമോഷൻസ് ഓൾട്ടർ ചെയ്ത് അവരോരോരുത്തരെ കൊണ്ട് മ്യൂളിനെ അങ്ങ് ഇഷ്ടപ്പെടുത്തും. നമ്മുടെ ഗേൽ ഡോണിക്ക് വാർഡന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പുള്ളിക്കാരിയെ മ്യൂളിന്റെ കൺട്രോളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മ്യൂളിനോടുള്ള ഇവളുടെ ലവ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. വാർഡന്റെ ജീവൻ പോകുന്ന സാഹചര്യം വന്നാലും മ്യൂളിനെ ഇവള് ചതിക്കില്ല. ഗേലും മ്യൂളിനെ പറ്റി വാർഡൻ ഫാലലിനോട് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഉടനടി വാർഡന്റെ ശരീരം മുഴുവൻ വേദന എടുത്ത് വല്ലാത്തൊരവസ്ഥയിലായി. അവരുടെ വായിലൂടെ ചോരയൊക്കെ വന്ന് സത്യങ്ങളൊന്നും തുറന്നു പറയാനുള്ള ഗ്യാപ്പ് കിട്ടാതെ മരണപ്പെടുവാണ്. ഇത്രത്തോളം മ്യൂളിന്റെ കൺട്രോളിലായിരുന്നു പുള്ളിക്കാരി. അവർക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷനും എടുക്കാൻ പറ്റത്തില്ല. എന്തും ഏതും മ്യൂളിന്റെ കൺട്രോളിൽ മ്യൂളിന് വേണ്ടി ചെയ്യണം എന്നുള്ള അവസ്ഥ. മരിക്കുന്നതിന് മുമ്പ് വാർഡൻ പലതവണ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, അതായത് അവൾ അവളുടെ ജീവിതത്തിൽ ഇത്രത്തോളം സ്നേഹം അനുഭവിച്ചിട്ടില്ല എന്ന്. മ്യൂൾ അത്രമാത്രം ഇവളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് ഇവളിലേക്ക് സ്നേഹം ഇഞ്ചക്ട് ചെയ്തു എന്ന് തന്നെ പറയാം. ലവ് ആളുകളെ വിഡ്ഢികളാക്കുമെന്ന് പറയാറില്ലേ, ഇവിടെ ലവ് കാരണം ഇവളുടെ ജീവൻ തന്നെ പോയി. ഇതെല്ലാം കണ്ട് നമ്മുടെ ഗേലും ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലാവുന്നുണ്ട്. മ്യൂൾ ഇങ്ങനെയൊക്കെയാണ് ആളുകളെ കൺട്രോൾ ചെയ്യുന്നത്. അവരുടെ മനസ്സിലേക്ക് ലവ് ഇഞ്ചക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അയാളുടെ കൺട്രോളിലുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് വലിയ അപകടമാണ്. ഇതെല്ലാം മനസ്സിലാക്കി മറ്റേതെങ്കിലും തരത്തിൽ മ്യൂളിനെ എതിർക്കണമെന്നൊക്കെ മനസ്സിലാക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഹാൻ പ്രിച്ചർ ഇങ്ങോട്ട് വരുന്നത്. അവനെ കണ്ടതും ഗേൽ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ആദ്യം ഇവൻ മ്യൂളിന്റെ കൺട്രോളിലല്ല എന്ന് ഉറപ്പുവരുത്തണം. അവന്റെ മൈൻഡ് റീഡ് ചെയ്തു. മ്യൂളിന്റെ കൺട്രോളിലല്ല ഹാൻ എന്ന് മനസ്സിലാക്കി ഇവൾക്കും സമാധാനമായി. ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ മ്യൂൾ ഇവിടെ നമ്മുടെ ഡോൺ എംപയറിനെ ഓരോന്ന് പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ബെയ്റ്റിയുണ്ട്. ഇയാൾ മ്യൂൾ പലരോടും മോശമായിട്ട് പെരുമാറുന്നതും അവരെ ഒരുമാതിരി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ഇവിടെ ഇപ്പോൾ ബെയ്റ്റിയെ ഇയാൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺഫേം അല്ല. എന്നാലും ബെയ്റ്റിയോട് ഇയാൾ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. മറ്റാരോടും പെരുമാറാത്ത രീതിയിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അവൾ പറയുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കുന്നത് കാണാം. എന്തുകൊണ്ട് അങ്ങനെ? പണ്ട് മ്യൂളിന്റെ ചെറുപ്പത്തിൽ ആ ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായപ്പോൾ സിബ്ലിങ്ങിനെ ഇവന്റെ തന്നെ പ്ലാനറ്റിലുള്ള മറ്റു കുറച്ച് ആളുകളുടെ അടുത്ത് എത്തുന്ന രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടായിരുന്നല്ലോ മ്യൂൾ അവിടുന്ന് പോയത്. ഒരു പക്ഷേ അന്ന് ഇവൻ ഒഴിവാക്കി പോയ ആ ഒരു സിബ്ലിങ് ഇവളാണെങ്കിലോ, മ്യൂളിന്റെ സഹോദരിയാണ് ഇവളെങ്കിലോ? അതിനൊരു സാധ്യതയുണ്ട്. എന്തുകൊണ്ടോ മ്യൂൾ ഇവിടെ മാത്രം കുറച്ച് വില കൊടുക്കുന്നുണ്ട്. സെയിം ടൈം അങ്ങ് ട്രാൻഡറിൽ നമ്മുടെ പ്രിസൈഡർ കിന്നിനെയും എൻജോയിനർ ബിറലിനെയും അതേപോലെ നമ്മുടെ സെഫയർ വൊറേലിസിനെയും ഒക്കെ എംപയർ ഡസ്ക് എംപയർ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇവരെ വിളിച്ചു വരുത്തിയിട്ട് എംപയർ എവിടെ, പുള്ളിക്കാരൻ എവിടെ പോയി കിടക്കണമെന്ന് ഇവർ ചോദിച്ചപ്പോൾ നമ്മുടെ ഡെമേഴ്സിൽ വന്ന് ഞാനാണ് എംപയർ എന്ന് പറയുന്നുണ്ട്. വാട്ട്? ഡെമേഴ്സിൽ രഹസ്യങ്ങളൊക്കെ തുറന്നു പറയാൻ തുടങ്ങിയോ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഡെമേഴ്സിലാണല്ലോ. ഇവള് തന്നെയാണ് ഭരിക്കുന്നത് എന്ന് ഒരർത്ഥത്തിൽ പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡോൺ ഡേ എംപയർമാർ ഇവിടെ ഇല്ല, ഡെസ്ക് എംപയർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിലവിൽ ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഡീൽ ചെയ്യുന്നത് ഡെമേഴ്സലാണ്. അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരിയാണ് എംപയർ എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. വാട്ടവർ, ഡെസ്ക് എംപയർ മറ്റൊരിടത്താണെങ്കിലും ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ഇവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. എംപയറിന് വളരെ പ്രിയപ്പെട്ട ക്വെന്റും ഇവിടെയുണ്ട്. മാത്രമല്ല മ്യൂളിനെയും ഇവർ കോളിൽ ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഈ പ്രിസൈഡർ കിന്നും എൻജോയിനർ ബെറിലും ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, മ്യൂളിനെ ഒന്ന് അനുനയിപ്പിക്കണം, അവൻ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തൊന്ന് സെറ്റ് ചെയ്യണം എന്നൊക്കെ. ട്രാൻഡർ തന്നെ അങ്ങ് വിട്ടുകൊടുത്തേക്കെന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. ഇപ്പോഴത്തെ ഡെസ്ക് എംപയർ അതുപോലെ ചെയ്യുന്നു. മ്യൂളിനോടൊരു ഡീൽ ഉണ്ടാക്കുവാണ്. മ്യൂളിന് ട്രാൻഡർ കൊടുത്തേക്കാവുന്നു. ട്രാൻഡർ പൂർണ്ണമായും നിന്റെ കൺട്രോളിലായിരിക്കും. അതിന് പകരമായി ഇനിയൊരു വയലൻസ് ഉണ്ടാവരുത്. കേട്ട പാതി മ്യൂളിനും ഈ ഡീൽ അങ്ങ് ഇഷ്ടപ്പെട്ടു. വെൽ, ഇൻട്രസ്റ്റിംഗ്, ഇത് നല്ലൊരു ഡീലാണ്. ട്രാൻഡർ ഞാൻ എടുത്തോളാം. അയ്യോടെ മോനെ, നീ ട്രാൻഡർ എടുക്കാൻ നിൽക്കുവാണോ? നല്ല ഡീലായിരുന്നല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞ ഡീൽ ഒരു 5 സെക്കൻഡ് മുമ്പ് ക്ലോസ് ആയി. നീ ഒരു ഇത്തിരി ലേറ്റ് ആയി. ട്രാൻഡറിൽ ഒരു കിണ്ടിയില്ല നിനക്ക്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് കണ്ണു തുറന്ന് കണ്ടോ എന്നും പറഞ്ഞ് ഡെസ്ക് എംപയറിനെ നേരത്തെ വെല്ലുവിളിച്ച അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്ത ഈ പ്രിസൈഡർ കിമ്മിനും എൻജോയിനർ ബെറിലിനും നമ്മുടെ സെഫയർ വൊറേലിസിനും ഒരിക്കലും മറക്കാനാവാത്തൊരു പണിയും കൊടുത്തു. പ്രിസൈഡർ കിൻ വരുന്നത് ക്ലാരിയോൺ സ്റ്റേഷനിൽ നിന്നാണല്ലോ. അതുകൊണ്ട് എംപയർ അദ്ദേഹം ഉണ്ടാക്കിയ ബ്ലാക്ക് ഹോൾ പവേർഡ് ബോംബ് നോവാക്യുള്ള യൂസ് ചെയ്ത് ആദ്യം ക്ലാരിയോൺ സ്റ്റേഷനെ അറ്റാക്ക് ചെയ്ത് അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ആ ഒരു ഹോൾ ഏരിയ, ആ ഒരു ഹോൾ സ്പേസ് മുഴുവൻ അങ്ങ് ചാരമായി ഇൻ ദ സെൻസ് അവിടുത്തെ ഗ്രാവിറ്റി പോലും ചുരുങ്ങിപ്പോയി. നിമിഷ നേരം കൊണ്ട് ടോട്ടലി ഇല്ലാതായി. കിന്നങ്ങ് വിറങ്ങലിച്ചു പോയി. ആദ്യമായാണ് കണ്ണിന് മുന്നിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഇദ്ദേഹത്തിന് അറിയാവുന്ന ഇത്രയും നാൾ ഇദ്ദേഹം ജീവിച്ച ആ ഒരു ഏരിയ മുഴുവൻ നിമിഷ നേരം കൊണ്ട് ടോട്ടലി ഇല്ലാണ്ടായി പോകുന്ന അവസ്ഥ. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എൻജോയിനർ ബെറിലിന് മനസ്സിലായി. പുള്ളിക്കാരിക്ക് ആകെ അങ്ങ് സങ്കടമായി. വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ഡെസ്ക് എംപയർ അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അടുത്ത ലക്ഷ്യം എൻജോയിനർ ബെറിൽ ഉൾപ്പെടുന്ന ക്ലൗഡ് ഡൊമിനിയനാണ്. നോവാക്യോളുടെ പവർ അറിയാലോ. കണ്ണടച്ച് തുറക്കാനുള്ള സമയം അവിടെയുമുള്ള ആളുകൾക്ക് കിട്ടുന്നില്ല. നിസ്സാര സമയം കൊണ്ട് ക്ലാരിയോൺ സ്റ്റേഷന് സംഭവിച്ചത് തന്നെ അവിടെയും സംഭവിച്ചു. ഇതുകൊണ്ട് എംപയർ നിർത്തുന്നില്ല. അടുത്ത ഉദ്ദേശം മെയ്ഡൻ ആണ്. ലൂമിനിസ്റ്റുകളുടെ
അവരുടെ പ്ലാനറ്റ് അല്ലെങ്കിൽ അവരൊക്കെ ജീവിക്കുന്ന പ്ലാനറ്റിന്റെ മൂൺ പാവം സെഫിയർ വൊറീലിസ് അവളായിട്ട് വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോയില്ലെങ്കിലും പുള്ളിക്കാരി ട്രാൻഡറിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ജസ്റ്റ് ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നു. എംപയർ എന്തെങ്കിലും പോസിറ്റീവായിട്ടൊന്ന് തീരുമാനിക്കട്ടെ എന്ന് കരുതി ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തതാണ്. ആ ഒരൊറ്റ റീസണിന്റെ പേരിൽ അവളുടെ പ്ലാനറ്റിന്റെ മൂൺ അവിടെയുള്ള സകല ആളുകളെയും നിമിഷ നേരം കൊണ്ട് എംപയർ ഇല്ലാതാക്കി. ഗാലക്സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോഴ്സുകളാണ് ഇവർ മൂന്നും. ലൂമിനിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ വലിയൊരു ബിലീഫ് സിസ്റ്റമാണ്. ക്ലൗഡ് ഡൊമിനിയൻ അത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്കറിയാം. ഒരു കാലത്ത് ഒരു ഡേ എംപയർ ക്ലൗഡ് ഡൊമിനിയനിലെ ക്യൂൻ സാർത്തിനെ വിവാഹം ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു. ക്ലാരിയോൺ സ്റ്റേഷന്റെ കാര്യം നമുക്കറിയാം. എംബേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഗാലക്സിയിലെ പവർഫുൾ ആയിട്ടുള്ള 3 ഫോഴ്സുകളെ അവർ ജസ്റ്റ് എംബേഴ്സിനെ ഒന്ന് എതിർത്തു എന്നുള്ളതിന്റെ പേരിൽ നശിപ്പിച്ച് കളയുവാണ് ഡെസ്ക്. ഇതെല്ലാം കാണിച്ച് മ്യൂളിനെ വാൺ ചെയ്ത് വിട്ടു. ഇനി മേലാൽ എംബേഴ്സിന്റെ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്ന്. പിന്നെ ബാക്കി 3 പേരോട് റെഫ്യൂജീസ് ആയിട്ട് ഇവിടെ തന്നെ തുടർന്നോളാൻ പറഞ്ഞു. ഇവരുടെയൊക്കെ പ്ലാനറ്റ്സ് നശിപ്പിച്ചിട്ടുണ്ട്. എന്നാലും എംബേഴ്സ് അത്ര കരുണയില്ലാത്തവരല്ല. ഇവരോട് കരുണ കാണിക്കുവാണ്. ഇവിടെ തന്നെ ജീവിക്കാമെന്ന്. നമ്മുടെ ഡെമേഴ്സിലും ആകെ വല്ലാത്തൊരവസ്ഥയിലായി. പുള്ളിക്കാരി ഒരു ലൂമിനിസ്റ്റ് ആയിരുന്നല്ലോ. അവളുടെ വിശ്വാസമാണ്. അവൾ ഒരുപാട് റെസ്പെക്ട് ചെയ്തിരുന്ന വിഭാഗമാണ് ലൂമിനിസ്റ്റുകൾ. ഒരൊറ്റ നിമിഷത്തെ തീരുമാനം കൊണ്ട് അവരുടെ മുഴുവൻ പ്ലാനറ്റും ഇദ്ദേഹം ഇല്ലാതാക്കി കളഞ്ഞു. മറ്റുള്ളവർക്കൊക്കെ അവരുടെ സങ്കടം പ്രകടിപ്പിക്കാനെങ്കിലും പറ്റും. ഡെമേഴ്സലിന് അതുപോലും പറ്റില്ലല്ലോ. ഇവിടെ നടന്ന ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മ്യൂളിന്റെ കൂടെയുള്ള ഡോൺ എംപയറും അറിയുന്നുണ്ട്. ഇത്രയും നാളും തന്റെ ബ്രദർ ഡെസ്കിന്റെ ഇങ്ങനെ ഒരു മുഖം ഇവൻ കണ്ടിട്ടില്ല. എപ്പോഴും ഗാലക്സിയെ പറ്റിയും വരാനിരിക്കുന്ന ഫ്യൂച്ചറിനെ പറ്റിയും ഒക്കെ അദ്ദേഹം സംസാരിക്കുമെങ്കിലും മറ്റുള്ളവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന മറ്റു പ്ലാനറ്റ്സിനെയും സംരക്ഷിക്കണമെന്ന മെന്റാലിറ്റി ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് ഇവൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഇവിടെ ഡോൺ എംപയറിന്റെ സകല കണക്കൂട്ടലും തെറ്റിച്ച് ഒരിക്കലും ഡെസ്ക് എംപയർ ചെയ്യില്ല എന്ന് വിചാരിച്ച കാര്യം അദ്ദേഹം ചെയ്തു. ട്രാൻഡറിന് ഒരു സപ്പോർട്ടായിട്ട് നിന്ന 3 ഫോഴ്സുകളെ ഡെസ്ക് എംപയർ നശിപ്പിച്ച് കളഞ്ഞിട്ടും എന്തുകൊണ്ട് ന്യൂ ടെർമിനസ് ആക്രമിച്ചില്ല? ഒരുപക്ഷെ നോവാക്യോളയ്ക്ക് ഇവിടെ വരെ റേഞ്ച് ഉണ്ടാവത്തില്ല. ഇത്രയും ഡിസ്റ്റൻസിലുള്ള ഔട്ടർ റീച്ചിലുള്ള പ്ലാനറ്റിനെ, അതായത് ന്യൂ ടെർമിനസിനെ ആക്രമിക്കാൻ സാധിക്കില്ലായിരിക്കും എന്നാണ് മ്യൂൾ പറയുന്നത്. ഇതേസമയം ന്യൂ ടെർമിനസ് പ്ലാനറ്റിൽ നമ്മുടെ ഹാൻ പ്രിച്ചർ ഗെയിലിനെയൊക്കെ കൂട്ടിയ ഒരു സീക്രട്ട് ബേസിൽ ചെല്ലുവാണ്. മ്യൂൾ പ്ലാനറ്റ് കീഴടക്കുന്ന സമയം ഇവിടെയുള്ള ഒരുപാട് ആളുകളെ കൺട്രോൾ ചെയ്തിരുന്നു. എന്നാൽ മുഴുവൻ ആളുകളെയും കൺട്രോൾ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവന്റെ കൺട്രോളിലാവാതെ രക്ഷപ്പെട്ട ജീവനോടെയുള്ള ഒരുപാട് ആളുകളെ ഇവരിവിടെ ഇങ്ങനെ ഒളിപ്പിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള രഹസ്യ സ്ഥലങ്ങളിൽ ജനങ്ങളെ ഇങ്ങനെ പാർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ ടോറിന് ഇവിടെ തന്നെയുണ്ട്. ഗെയിലൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത് കണ്ട് അവർക്ക് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്യുവാണ്. അവൻ ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലാണെന്ന് പറയണ്ടല്ലോ. ബെയ്റ്റയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇവന്റെ അങ്കിൾ റാൻഡു മാലു മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. അയാൾ പോലും മ്യൂളിന്റെ കൺട്രോളിലായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് ഇവർ കുറച്ചുപേരെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ നമ്മുടെ ഗെയിൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ മ്യൂളിന്റെ കൺട്രോളിലായിരിക്കുമോ എന്ന സംശയത്തിലാണ് ഇവൻ ഗണ്ണ് പോയിന്റ് ചെയ്യുന്നത്. ഹാൻ പ്രിച്ചർ ആവട്ടെ കാര്യങ്ങളൊക്കെ സമാധാനപരമായി അവനെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഈ കൂടെ വന്നിട്ടുള്ളവരൊക്കെ നമ്മുടെ ആളുകളാണ്, മ്യൂളിന്റെ കൺട്രോളിലല്ല, സേഫ് ആണ് എന്നൊക്കെ കുറച്ചധികം പിന്നെയും പറയേണ്ടി വന്നപ്പോൾ ഇവൻ ഗണ്ണ് മാറ്റി. ദെൻ നമ്മുടെ ഗെയിൽ ഡോണിക്ക് ഇവിടെയുള്ള ഓരോരുത്തരുടെയും മൈൻഡ് റീഡ് ചെയ്യുന്നുണ്ട്. ഇവരാരെങ്കിലും മ്യൂളിന്റെ കൺട്രോളിലാണോ എന്ന് ചെക്ക് ചെയ്യുവാണ്. ടോറിനെ ഉൾപ്പെടെ ഇവിടെയുള്ള പലരെയും ചെക്ക് ചെയ്ത് വന്നപ്പോൾ ആരും തന്നെ മ്യൂളിന്റെ കൺട്രോളിലല്ല. അവസാനം നമ്മുടെ മാഗ്നിഫിക്കോയെ ചെക്ക് ചെയ്യും. മാഗ്നിഫിക്കോയുടെ തലയ്ക്കുള്ളിൽ മ്യൂളുണ്ട്. മാഗ്നിഫിക്കോ എപ്പോഴും മ്യൂളിന്റെ കൺട്രോളിലായിരുന്നു. ഇത് മനസ്സിലാക്കി അവനെ പിടിച്ചു കെട്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മ്യൂളിനോടുള്ള ഇഷ്ടം, മ്യൂളിനോടുള്ള ലവ് ഒക്കെ അവൻ പറയുന്നുണ്ട്. ഇത്രമേൽ ആഴത്തിൽ അവനെ കൊണ്ട് ആരെയും സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല, അത്രത്തോളം മ്യൂളിനെ ഇഷ്ടമാണെന്നൊക്കെ. മ്യൂളിനെ മാത്രമല്ല ബെയ്റ്റയെയും ഇഷ്ടമാണെന്ന് ഇവൻ പറയുന്നുണ്ട്. മ്യൂളിന്റെ കൺട്രോളിലായിരുന്ന, അല്ലെങ്കിൽ മ്യൂൾ ഒരു അടിമയെ കണക്ക് ട്രീറ്റ് ചെയ്തിരുന്ന ഇവനെ അവിടുന്ന് രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നത് നമ്മുടെ ബെയ്റ്റയാണല്ലോ. ബെയ്റ്റയ്ക്ക് മാഗ്നിഫിക്കോയെ അത്ര നിഷ്പ്രയാസം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവന് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പോകെ പോകെ ബെയ്റ്റയെ സംശയം കൂടി വരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ മ്യൂളിന്റെ സിബ്ലിംഗ് ആവോ ബെയ്റ്റ? എന്ത് തന്നെയാണെങ്കിലും മാഗ്നിഫിക്കോ മ്യൂളിന്റെ കൺട്രോളിലാണെന്ന് മനസ്സിലായി. അവനെ കൊന്നു കളയുന്നൊന്നുമില്ല. തൽക്കാലം അവനെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഇവരുടെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാം. അതിനൊക്കെ മുമ്പ് നമ്മുടെ ഗെയിലിനെ ഇവിടുത്തെ ഹാരി സെൽഡനോട്, വോൾട്ട് ഹാരി സെൽഡനോട് ഒന്ന് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. വോൾട്ടിന് ചുറ്റും നൾഫീൽഡ് ഉണ്ടാവുമല്ലോ. എന്നാൽ അത് നമ്മുടെ ഗെയിലിനെ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. ഇവളുടെ സ്വന്തം മക്കൾ സാൽവോർ ഹാർഡിന് ആ ഒരു നൾഫീൽഡ് ഒരു പ്രശ്നമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗെയിലിനും നൾഫീൽഡ് ഒരു പ്രശ്നമാവാനുള്ള സാധ്യതയില്ല. അവിടുന്ന് കിട്ടിയതാൽ ഇവിടെ ലെവൽ 88 മൈക്കോജനിൽ നമ്മുടെ ഡേ എംപയർ ഇവർ മൈക്രോബ്സ് ഒക്കെ വളർത്താൻ യൂസ് ചെയ്യുന്ന ഈ മണ്ണിൽ, ഈ അഴുക്ക് ചാലിൽ വീണുപോയി. ഇവിടുന്ന് എണീറ്റ് രക്ഷപ്പെടാൻ ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ പോകണം, എങ്ങോട്ട് പോകണം എന്നൊരു ഐഡിയ ഇല്ല. ചുറ്റുപാട് മൊത്തം ആകെ അഴുക്ക് നിറഞ്ഞ് ഒരുമാതിരി വൃത്തികെട്ട അവസ്ഥ. ഇനി രക്ഷപ്പെടാൻ പറ്റില്ല, ഇവിടെ കിടന്ന് മരിക്കും എന്ന് തോന്നി തുടങ്ങിയ നിമിഷം പെട്ടെന്ന് ആ വെള്ളത്തിൽ മുഴുവൻ ഒരു മാറ്റം ഉണ്ടായി, ചുഴി പോലെ ഉണ്ടായി. ഇദ്ദേഹം ഈ ഒരു ലെവലിൽ നിന്നും താഴേക്ക് വീഴുവാണ്. അവിടുത്തെ വാൽവ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഡേ എംപയറിനെ താഴേക്ക് എത്തിച്ചത് നമ്മുടെ സോങ് ബേർഡ് ആണ്. വിചാരണാ സമയം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. ഈവൻ അവളുടെ മെമ്മറീസ് അവൾ കണ്ടില്ലെങ്കിലും. ഡെമേഴ്സലിന്റെ ടൂൾ ബോക്സിൽ നിന്ന് ഡേ എംപയർ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ടൂള് ഡേ എംപയറിന് തന്നെ തിരിച്ചു കൊടുത്ത് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. എന്നാൽ അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ നമ്മുടെ ഡേ എംപയർ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും നാൾ ഇദ്ദേഹത്തിന് ഡെമേഴ്സലിന് ഒരു വിലയില്ലായിരുന്നെങ്കിലും ഇപ്പോൾ ഇവരുടെ മതത്തെ പറ്റിയും അതിന്റെ ചരിത്രമൊക്കെ അറിഞ്ഞപ്പോൾ ഡെമേഴ്സൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട്, അവളുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട് അവൾക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ഈ ഒരു തവണയെങ്കിലും അവൾക്ക് വേണ്ടി ഈ സത്യങ്ങളൊക്കെ അവളെ അറിയിക്കണമെന്ന് ഇദ്ദേഹം തീരുമാനിച്ചു. ഇവിടെ സൺമാസ്റ്ററിന്റെ ദണ്ടിലുള്ള റോബോട്ട് തല, ആ റോബോട്ട് തല ഡെമേഴ്സലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ റോബോട്ട് ഹെഡ് കൊണ്ട് മാത്രമേ തിരിച്ചു പോകും തീരുമാനിച്ച് സൺമാസ്റ്ററിനെ തേടി ചെല്ലുവാണ് ഡേ എംപയർ. സോങ് ബേർഡ് മോഷൻ ഗ്ലാസും ഡേ എംപയറിനെ സഹായിക്കാൻ തയ്യാറായി. ഡേ എംപയർ ഡെമേഴ്സലിന് വേണ്ടി സൺമാസ്റ്ററിന്റെ കയ്യിലുള്ള ഹെഡ് കളക്ട് ചെയ്യാൻ പോകുന്നു. ഇവിടെ ഈ ഹെഡ് കളക്ട് ചെയ്ത് നമ്മുടെ ഡെമേഴ്സലിന്റെ അടുത്ത് കൊണ്ടുചെന്നാൽ ഒരു പക്ഷേ ഡെമേഴ്സലിന് ഇപ്പോൾ ഉള്ള ആ ഒരു ട്രാപ്പിൽ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റിയിരിക്കും. കാലാകാലങ്ങളോളം ഇമ്പീരിയൽ സിസ്റ്റത്തിൽ
വിശ്വാസത്തോട് കൂറുള്ളവളായി ഇങ്ങനെ തന്നെ അവൾക്ക് ജീവിക്കേണ്ടി വരത്തില്ല. ഒരു പക്ഷേ അവൾക്ക് ഫ്രീ ആവാൻ സാധിച്ചേക്കും. അങ്ങനെ ഒരു സാധ്യതയുമുണ്ട്. ഏതായാലും ഡേംബേറിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സൺമാസ്റ്ററിനെ പിടിച്ചടിച്ചൊരു വരവാക്കി അവന്റെ ആ വടി പിടിച്ചു വാങ്ങി അത് ഉപയോഗിച്ച് തന്നെ അവനെ കുത്തി കൊന്നു കളഞ്ഞു ഡേംബേർ. സംഭവം വലിയ മതമാണ്, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള വലിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇജാതി ഊള സെക്യൂരിറ്റി സർവീസ് ഉള്ള മതം അവരിൽ പ്രധാനിയെ സൺമാസ്റ്ററിനെ പോലും രക്ഷിക്കാൻ ഇവന്മാർക്ക് പറ്റിയില്ല. ട്രാൻഡറിലാവട്ടെ നമ്മുടെ ഡെസ്കംബേർ ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന എംബേഴ്സിന് മരണത്തിന് മുന്നോടിയായി കൊടുക്കുന്ന പ്രത്യേക പേരുകളൊക്കെ ഇങ്ങനെ നോക്കി വരുവാണ്. ഇദ്ദേഹം ഇനി അധിക സമയം ജീവനോടെ ഉണ്ടാവത്തില്ലല്ലോ. ഇദ്ദേഹത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് ദ കൺസിലിയേറ്റർ. കുറച്ച് സമയം മുമ്പ് ഇദ്ദേഹം ബില്യൺ കണക്കിന് ആളുകളെ കൊന്നില്ലായിരുന്നെങ്കിൽ ഈ പേര് മാച്ച് ആകുമെന്ന് പറയായിരുന്നു. ഇനിയിപ്പോൾ ഈ പേര് സ്യൂട്ട് ആവത്തില്ല, പകരം ദ കോൺസിക്വൻഷ്യൽ എന്നുള്ള പേര് കൊടുത്താൽ മതി, അതായിരിക്കും ഇദ്ദേഹത്തിന് കൂടുതൽ സ്യൂട്ട് ആവുന്നത് എന്ന് പറയുന്നുണ്ട്. ഉറപ്പായിട്ടും ഡെസ്കംബേർ ഇത്രത്തോളം ആളുകളെ കൊന്നതുകൊണ്ട് അതിന്റെ കോൺസിക്വൻസസ് ഇനി വരാൻ പോകുന്ന മറ്റ് എംബേഴ്സ് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ഗലാക്ടിക് എംബയർ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ആ കോൺസിക്വൻസസ് എല്ലാം നേരിടണം. സോ ആൾക്ക് ഏറ്റവും യോജിച്ച പേര് ദ കോൺസിക്വൻഷ്യൽ എന്നാണെന്ന് ആൾ തന്നെ അങ്ങ് തീരുമാനിച്ചു. ഡെമേഴ്സലിനോട് പേര് മാറ്റാൻ പറഞ്ഞു. അവളുടെ മനസ്സിൽ കുറെ അധികം ആശങ്കകൾ ഉണ്ടെന്ന് എംബയർ മനസ്സിലാക്കി അദ്ദേഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് നാള് ഡെമേഴ്സലിനെ ഒരൊറ്റ ലക്ഷ്യം മാത്രം സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നത് കൊണ്ട്, ഇമ്പീരിയൽ സിസ്റ്റം സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യം മാത്രം ഉള്ളതുകൊണ്ട് ഒരു സിംഗിൾ വേയിലൂടെയാണ് അവൾ പൊക്കോണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു മെയ്സ് പോലെ കുറെ അധികം ഓപ്ഷൻസ് അവളുടെ മുന്നിലുണ്ടത്രേ. മെയ്സിനുള്ളിൽ നാവിഗേറ്റ് ചെയ്യുന്ന പോലെ ഡെമേഴ്സൽ ഇമ്പീരിയൽ സിസ്റ്റത്തെ നാവിഗേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിലുപരി ഈ സിസ്റ്റം തന്നെയാണ് ഡെമേഴ്സൽ, ഈ ഒരു മെയ്സ് തന്നെയാണ് ഡെമേഴ്സൽ. അവളാകുന്ന സിസ്റ്റത്തിലൂടെയാണ് ഇമ്പീരിയൽ സിസ്റ്റം നിലനിൽക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് എസ്പെഷ്യലി പ്രൈം റേഡിയന്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം കൂടെ ആലോചിച്ചപ്പോൾ ഡെമേഴ്സലിനെ അവളുടെ ഐഡന്റിറ്റി തന്നെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാലം ഈ ഒരു സിസ്റ്റത്തിൽ ട്രാപ്ഡായി അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയ പോലെ തന്നെ മുന്നോട്ട് പോകണമെന്നില്ല. ഇനി അവൾക്ക് മുന്നിൽ പല പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു മെയ്സിലേതുപോലെ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്, മൾട്ടിപ്പിൾ വേസ്. അവളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കമാൻഡ് പാലിക്കപ്പെടാൻ വേണ്ടി ഒന്നിലധികം ഓപ്ഷൻസ് അവൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ടെന്ന് പുള്ളിക്കാരി തിരിച്ചറിയുന്നുണ്ട്. ഒരേ സമയം ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രിസണറും ഇതിന്റെ വാർഡനുമായിരിക്കുന്ന അവസ്ഥ. ചുരുക്കി പറഞ്ഞ ഡെമേഴ്സൽ കൺഫ്യൂസ്ഡ് ആണ്. ഇനി മുന്നോട്ട് എങ്ങനെ എന്ത് എന്നുള്ളൊരു ചോദ്യം, വലിയൊരു ചോദ്യം അവളുടെ മനസ്സിലുണ്ട്. എങ്ങനെ ഏത് ഓപ്ഷൻ അല്ലെങ്കിൽ ഏത് പാത്ത് ചൂസ് ചെയ്താൽ ഇമ്പീരിയൽ സിസ്റ്റത്തിന് നല്ലതാണെന്ന് അവൾക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ. പുള്ളിക്കാരൻ നേരെ ലൈബ്രറിയിലേക്കാണ് ചെല്ലുന്നത്. കാലയുടെ 9th പ്രൂഫ് ഓഫ് ഹോൾഡിംഗ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആദ്യം ലൈബ്രറിയൻ അത് എംപയർ ബാൻ ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡെമേഴ്സൽ നേരത്തെ പറഞ്ഞ അതേ ഡയലോഗ് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. താനാണ് എംപയർ, ഐ ആം എംപയർ എന്ന് ഡെമേഴ്സൽ വീണ്ടും പറയുന്നുണ്ട്. ലൈബ്രറിയൻ കാലയുടെ മാത്ത് പ്രൊവൈഡ് ചെയ്തു. ഡെമേഴ്സൽ ആവട്ടെ അതൊക്കെ നോക്കിയിട്ട് ആ ഒരു പ്രൈം റേഡിയന്റിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇവൾ അന്വേഷിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പ്രൈം റേഡിയന്റിന് കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ. പ്രൈം റേഡിയന്റിനുള്ളിൽ പ്രൈം റേഡിയന്റും നമ്മുടെ കാലയും ഹാരി സെൽഡന്റെ വൈഫ് യാനയും ഒക്കെ ചേർന്ന് ഒരു രൂപം ഉണ്ടല്ലോ. ആ ഒരു രൂപമായിട്ട് ഇവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. അതിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ ഡെമേഴ്സലിന് ഇപ്പോൾ ഉള്ള ഒരു കൺഫ്യൂഷനൊക്കെ മാറാൻ സഹായകമായേക്കും. പ്രൈം റേഡിയന്റെ സൂപ്പർ പൊസിഷനിലുള്ള ഒരു വസ്തുവാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതൊരു 4D ഒബ്ജക്റ്റ് ആണ്. അതിന്റെ ഒരു ഷാഡോ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 4D ഒബ്ജക്റ്റിന്റെ ഷാഡോ 3Dയിൽ കാണാൻ പറ്റും. ത്രാക്സിയൻ മാത്തമാറ്റീഷ്യനായ കാലയുടെ മാത്ത് യൂസ് ചെയ്ത് നമ്മുടെ ഹാരി സെൽഡൻ ബിൽഡ് ചെയ്ത ഈ ഒരു വേൾഡ്, ഈ ഒരു പ്രൈം റേഡിയന്റും അതിനുള്ളിലെ മാത്തും മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഡെമേഴ്സലിന്റെ ഡേറ്റാ സെറ്റ് കൂടി യൂസ് ചെയ്താണ് ഹാരി സെൽഡൻ ഇത് ബിൽഡ് ചെയ്തത് എന്ന് പറയുന്നുണ്ടല്ലോ. ഇത്രയധികം ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത ഡെമേഴ്സലിന് പോലും ഇത് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു പോയിന്റാണ്. ഡെമേഴ്സലിന്റെ ഡേറ്റാ സെറ്റ്, ഹാരി സെൽഡന്റെ നോളജ്, ഇത് കൂടാതെ പ്രൈം റേഡിയന്റ് ബിൽഡ് ചെയ്യാൻ അദ്ദേഹം യൂസ് ചെയ്ത ഒരു തേർഡ് മദർ ഉണ്ട്. അതാണ് കാലെ. കാലയുടെ 9th പ്രൂഫ് ഓഫ് ഹോൾഡിംഗ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ആ മാത്ത് ഇല്ലെങ്കിൽ ഹാരി സെൽഡൻ ഈ പ്രൈം റേഡിയന്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. നമ്മുടെ ഗെയിൽ ഡോണിക്ക് അബ്രാക്സസ് സോൾവ് ചെയ്തതും ഇതേ കാലയുടെ 9th പ്രൂഫ് ഓഫ് ഹോൾഡിംഗ് യൂസ് ചെയ്താണ്. ഡെമേഴ്സൽ പ്രൈം റേഡിയന്റിനുള്ളിലെത്തി കാലയെ വിളിച്ചപ്പോൾ ഇവളുടെ മുന്നിൽ കാലെ പ്രത്യക്ഷപ്പെട്ടു. ഇതേ സമയം ന്യൂ ടെർമിനസിൽ നമ്മുടെ ഗെയിൽ ആവട്ടെ വോൾട്ടിനുള്ളിലേക്ക് ഹാരി സെൽഡനെ കാണാനായിട്ട് ചെല്ലുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവളെ വീണ്ടും കണ്ടപ്പോൾ അദ്ദേഹത്തിനും ഒരുപാട് സന്തോഷം. സെക്കൻഡ് ഫൗണ്ടേഷനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും, പ്രത്യേകിച്ച് സെക്കൻഡ് ഫൗണ്ടേഷന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ള കാര്യമൊന്നും ഈ ഹാരി സെൽഡന് വലിയ ധാരണയില്ലല്ലോ. ഒരു സെക്കൻഡ് ഹാരി സെൽഡൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രൊജക്ഷൻ മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് ഒരു ഹ്യൂമൻ ബോഡി കിട്ടി. ഊനാസ് വേൾഡിൽ എത്തിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി ഇവരൊക്കെ വിശ്വസിച്ചിരുന്ന കാലയെ അവിടെ ജീവനോടെ കാണാൻ പറ്റി. ആ കാലെ വെറും ഒരു പ്രൊജക്ഷൻ ആയിരുന്നു. നമ്മുടെ ഹാരി സെൽഡന് ഒരു റിയൽ ബോഡി, ഫ്ലഷും ബ്ലഡും ഒക്കെ ഉള്ള ഒരു റിയൽ ഹ്യൂമൻ ബോഡി പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം ജീവിച്ചു. ഒരുപാട് നാൾ ക്രയോ സ്ലീപ്പിലായിരുന്നെങ്കിലും ഒത്തിരി വർഷങ്ങൾ ജീവിച്ചതിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടത്. അല്ലെങ്കിൽ കാലെ അദ്ദേഹത്തെ ഏതോ ഒരു സ്പെഷ്യൽ വേൾഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഡെമേഴ്സിലാവട്ടെ കാലയോട് ഗെയിലിന്റെ മൈൻഡിലൂടെ ഇവള് കണ്ട ഒരു വിഷൻസിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതി ഡെമേഴ്സലിന് ഭയമുണ്ട്. ആ ഒരു വിഷൻസിൽ കണ്ടത് ഇമ്പീരിയൽ ലൈബ്രറിയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് റോബോട്ട് വാസ് ഒക്കെ ഉണ്ടായ സമയത്ത് അന്ന് അവസാന മണിക്കൂറുകളിൽ റോബോട്ട്സ് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ സർവൈവേഴ്സ് ആയിട്ടുള്ള റോബോട്ട്സുകൾ ഓടിക്കയറിയത് ഈ ഇമ്പീരിയൽ ലൈബ്രറിയിലേക്കാണ്. ഇവിടെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ റോബോട്ടുകൾ ഒളിച്ചു, കുറച്ചുകൂടെ വലിയ സ്ഥലങ്ങളിൽ വലിയ റോബോട്ടുകൾ ഒളിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവരെ എല്ലാവരെയും മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. കൂട്ടത്തിൽ ബാക്കിയായത് നമ്മുടെ ഡെമേഴ്സൽ മാത്രമാണ്. ഇക്കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ഇവിടെ പറയുന്നതിലൂടെ ഒരുപക്ഷെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ ഫോർഷാഡോ ചെയ്യുമായിരിക്കാം. ലൈക്ക് ഗെയിലിന്റെ വിഷനിൽ കണ്ട പോലെ മ്യൂൾ ഇവിടെ ട്രാൻഡറിൽ വന്ന് വലിയൊരു ആക്രമണം അഴിച്ചുവിടുന്നു. ആ സംഭവങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ഈ ലൈബ്രറിയിലാണല്ലോ വിഷൻ പ്രകാരം. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതേ ഇൻസിഡന്റുകൾ. റോബോട്ട് വാസിൽ ഒരുപാട് റോബോട്ട്സ് ഇവിടെ കയറി ഒളിച്ച പോലെ, സർവൈവേഴ്സ് ഇവിടെ കയറി ഒളിച്ച പോലെ
പോലെ മ്യൂളിനെ എതിർക്കുന്നവർക്കും ഒരുപക്ഷെ ഇങ്ങനെ ഒരു വിധി ഉണ്ടായേക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. ഡെമേഴ്സൽ പേടിക്കുന്ന പോലെ ഗേലിന്റെ വിഷൻസ് ഒക്കെ സത്യമാവുകയാണെന്നുണ്ടെങ്കിൽ ഗലാക്റ്റിക് എംപയറിന്റെ പതനമായിരിക്കും അത്. അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ഡെമേഴ്സലിന്റെ കർത്തവ്യങ്ങൾ എന്താവും, ഇവളുടെ പർപ്പസ് എന്താവും? സെക്കൻഡ് ഫൗണ്ടേഷൻ ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഡെമേഴ്സലിന് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട്. എന്നാൽ മ്യൂൾ സെക്കൻഡ് ഫൗണ്ടേഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഗാലക്സിക്ക് മുഴുവൻ അപകടമാണെന്നും ഒരുപക്ഷെ മ്യൂളിനെ ആ സത്യം മനസ്സിലാക്കാൻ പോകുന്നത് തന്നിലൂടെ ആയിരിക്കുമോ എന്നൊക്കെ ഇവൾ ഭയക്കുന്നുണ്ട്. ഡെമേഴ്സലിന്റെ ഏറ്റവും വലിയ ആശങ്ക പുള്ളിക്കാരിക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്ത്, അതായത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണെങ്കിൽ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. അവളുടെ പ്രോഗ്രാമിംഗ് ഒക്കെ പ്രകാരം ഇത്രയും നാൾ സിംഗിൾ വേയിലൂടെ ഇമ്പീരിയൽ സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി. എന്നാൽ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് അവളുടെ മുന്നിലുണ്ട്. കാലയോട് ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഡെമേഴ്സൽ ഒന്നിലും ബൗണ്ട് ആയിരിക്കേണ്ട ആവശ്യമില്ല, അവൾക്ക് ചൂസ് ചെയ്യാമെന്നാണ് കാലയും പറയുന്നത്. നൂറ്റാണ്ടുകളായി ഒരൊറ്റ ലക്ഷ്യമെന്നുള്ള രീതിയിൽ തളയ്ക്കപ്പെട്ടിരുന്ന ഡെമേഴ്സലിന് ഒരു തരത്തിൽ കുറച്ചെങ്കിലും ഫ്രീഡം കിട്ടുന്നു എന്ന് പറയാം. കാലാകാലങ്ങളായി എംബേഴ്സിന്റെ സെർവന്റ് ആയിട്ട് തുടരാതെ പലതിനെയും ചോദ്യം ചെയ്യാനും എതിർക്കാനും റിബൽ ചെയ്യാനും ഇവൾക്ക് സാധിക്കും. അങ്ങനെ ഒരു എവല്യൂഷൻ നടക്കേണ്ട സമയമായി, തനിക്കുള്ളിൽ അങ്ങനെ ഒരു എവല്യൂഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്. വോൾട്ടിൽ നമ്മുടെ ഹാരിയോട് സംസാരിക്കുന്ന ഗേല് ഈ ഒരു ഹോൾ വോൾട്ട് ശരിക്കും ഒരു 4D ഒബ്ജക്റ്റ് ആണ്. പ്രൈം റേഡിയന്റ് പോലെ തന്നെ ഇതിന്റെ ഒരു 3D പ്രൊജക്ഷൻ മാത്രമേ ഇവർക്കെല്ലാം കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഡിമെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ആംഗിൾസ് ചേഞ്ച് ചെയ്താൽ തന്നെ പുതിയൊരു വേൾഡ് പോലെ ഫീൽ ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഡേ എംപയർ ടെർമിനസ് നശിപ്പിച്ച് കളഞ്ഞപ്പോൾ ഹാരി സെല്ലൺ ചെയ്തത് ചെറിയൊരു ചേഞ്ച് മാത്രമാണ്. വോൾട്ടിന്റെ പ്രൊജക്ഷനിൽ ചെറിയ മാറ്റം വരുത്തി, 4Dയിൽ ചെറിയ മാറ്റം വരുത്തിയപ്പോൾ 3Dയിലുള്ള വോൾട്ടിലും അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായി. അതായത് 4D ഷാഡോ ആയിട്ടുള്ള 3Dയിലും അതിൻ്റെതായിട്ടുള്ള മാസീവ് ചേഞ്ചസ് ഉണ്ടായി. അങ്ങനെ ഫസ്റ്റ് ഫൗണ്ടേഷൻ മെമ്പേഴ്സിനെല്ലാം ഇദ്ദേഹത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചു, ജസ്റ്റ് ഈ ഒരു വോൾട്ട് മാത്രം യൂസ് ചെയ്ത്. അന്ന് അവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ തയ്യാറായ ഹാരി സെൽഡൺ എന്തുകൊണ്ട് മ്യൂൾ ആക്രമിച്ചപ്പോൾ ഇവരെ ഒന്നും പ്രൊട്ടക്ട് ചെയ്യാൻ തയ്യാറായില്ല? എന്തുകൊണ്ട് ഡെമേഴ്സലിന് പ്രൈം റേഡിയന്റ് കൊടുത്തു? അതിലെ മാത്തൊക്കെ പുള്ളിക്കാരിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എംബേഴ്സിനെ സഹായിക്കും, ഫൗണ്ടേഷന് ദോഷമാണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നോ? ഹാരിയുടെ ഉത്തരം ഡെമേഴ്സലിന്റെ പ്രോഗ്രാമിംഗിൽ കുറച്ച് ഫോൾസ് ഉണ്ടെന്നാണ്. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഡെമേഴ്സലിനെ കൺഫ്യൂസ് ആക്കാനും പുള്ളിക്കാരിക്ക് പ്രൈം റേഡിയന്റ് കൊടുക്കുന്നതാണ് ശരിയെന്ന് ഇദ്ദേഹത്തിന് തോന്നി. അത് തന്നെയല്ലേ ഇപ്പോൾ ഡെമേഴ്സലിന്റെ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി ആകെ കൺഫ്യൂസ്ഡ് ആണ്. എപ്പോഴും എംബേഴ്സിന്റെ സേവകയായി തുടരുമെന്ന് വിചാരിച്ചിരുന്ന അവൾ ഒരുപാട് കാര്യങ്ങളിൽ കൺഫ്യൂസ് ആകുകയും അവളുടെ പ്രോഗ്രാമിംഗിൽ ചെറിയ തരത്തിലുള്ള എവല്യൂഷൻസ് ഒക്കെ സംഭവിച്ചു തുടങ്ങി, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒക്കെ പരിഗണിക്കാൻ തുടങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനിയിപ്പോൾ മ്യൂളുമായിട്ടുള്ള യുദ്ധത്തിൽ ഹാരി തന്നെ സഹായിക്കണമെന്ന് ഗേൽ ആവശ്യപ്പെട്ടപ്പോൾ ഹാരി ഒരു കണ്ടീഷൻ വെക്കുവാണ്. ഇദ്ദേഹം അല്ലാതെ സെക്കൻഡ് ഹാരി ഉണ്ടായിരുന്നല്ലോ, സെക്കൻഡ് ഫൗണ്ടേഷൻ സ്ഥാപിച്ച ഹാരി, അങ്ങേർക്ക് റിയൽ ബോഡി കിട്ടിയല്ലോ. നമ്മുടെ കാലേ പുള്ളിക്കാരനെ ഫ്ലഷും ബ്ലഡും ഒക്കെ ഉള്ള ബോഡി അറേഞ്ച് ചെയ്ത് കൊടുത്തല്ലോ, അതുപോലെ ഈ ഹാരിക്കും ബോഡി കിട്ടണമെന്ന് പറയുവാണ്. ഇങ്ങനെ വോൾട്ടിൽ തന്നെ തുടരണ്ട, ഇദ്ദേഹത്തിനും റിയൽ ബോഡി കിട്ടണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ സഹായിക്കുന്നു. ശരിക്കും ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഹാരി സെല്ലണിന് ഇങ്ങനൊരു കണ്ടീഷൻ വെക്കണം. ഇദ്ദേഹത്തിന്റെ പ്ലാൻ ഫൗണ്ടേഷൻ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇദ്ദേഹം തയ്യാറാവുന്നില്ല. അറ്റ്ലീസ്റ്റ് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഗേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം പുള്ളിക്കാരിക്ക് മുന്നിൽ കണ്ടീഷൻ വെക്കുവാണ്. ഇത്ര സെൽഫിഷാണ് ഹാരി സെൽഡൺ. എന്താണോ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം? ഹാരി ആവശ്യപ്പെടുന്നത് ഗേല് സമ്മതിച്ചിട്ടുണ്ടാവും. ഇതേ നമ്മുടെ ഗേലും ഹാരിയും വോൾട്ടിൽ നിന്ന് പുറത്തു വന്നു. ഇതിനിടെ ഗേല് പുള്ളിക്കാരുടെ മെന്റാലിക് പവേഴ്സ് യൂസ് ചെയ്ത് സെക്കൻഡ് ഫൗണ്ടേഷനിലെ ഹാരി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടോ ഇക്കാര്യവും മറച്ചു വെക്കുന്നു. ഇവരെ എല്ലാവരെയും കൂട്ടി വോൾട്ടിനുള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഹാരി ഇന്നപോലെ ഗേലിനോട് മ്യൂളിന്റെ സ്റ്റോറിയിൽ മ്യൂൾ പറഞ്ഞ അവന്റെ കഥയിൽ എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് കരുതിയിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സംതിങ് എന്തോ അവിടെയുണ്ട്, മ്യൂൾ എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട്, അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നേരത്തെ തന്നെ ഹാരി സെൽഡൺ മനസ്സിലാക്കിയിരുന്നു. മ്യൂളിനുള്ളിൽ എന്തോ രഹസ്യമുണ്ട്, ഒരുപക്ഷെ ഹാരിക്ക് അത് ഉപകാരമായേക്കും എന്ന് കരുതിയാണ് അദ്ദേഹം അവനെ കൊല്ലാൻ അവസരമുണ്ടായിട്ടും കൊല്ലാതെ വിട്ടുകളഞ്ഞത്. തൊട്ടടുത്ത സീനിൽ ഡെസ്കംപെയർ കൊന്നുകളഞ്ഞ ഡേയുടെ പെറ്റിനെ കുക്ക് ചെയ്ത് കഴിക്കുന്ന ഡെസ്കംപെയറിനൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരെ കൊന്നുകളഞ്ഞതുകൊണ്ട് ഇദ്ദേഹത്തോട് വളരെ റെസ്പെക്റ്റോടും ഇദ്ദേഹത്തോട് സ്നേഹത്തോടും പെരുമാറിയിരുന്ന ക്വെന്റ് പോലും ഇദ്ദേഹത്തെ എതിർക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഗെയിൽ ഡോണിക്കും മ്യൂളും വർഷങ്ങളായി അവർക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു വിഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സംഭവങ്ങൾക്ക് ശേഷം എന്ത് എന്ന് ഇരുവർക്കും അറിയില്ല. ഇവരിൽ ആര് മുന്നോട്ട് പോകും, ആര് സർവൈവ് ചെയ്യുമെന്ന് അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും താൻ ഈ യാത്രയിൽ ഒറ്റയ്ക്കായിരിക്കില്ല എന്ന് നമ്മുടെ ഗെയിൽ പ്രത്യേകം പറയുന്നുണ്ട്. യു വിൽ നെവർ വോക്ക് അലോൺ ഗെയിൽ, യു വിൽ നെവർ വോക്ക് അലോൺ.